ഹലോ കൂട്ടുകാരെ, ഇത് സീഗ്രിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. ഇത് എവിടെയാണെന്നറിയോ? ചങ്ങനാശ്ശേരി അടുപ്പിച്ചാണ്. ചങ്ങനാശ്ശേരി കഴിഞ്ഞ് എത്താറാകുമ്പോഴാണ് ഈ റെസ്റ്റോറൻറ്റ്. പക്ഷേ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് 2 ആഴ്ചയ്ക്ക് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഇടാൻ പറ്റിയില്ല, സോറി. ഞങ്ങൾ ആ മഴ സമയത്താണ് ഞങ്ങൾ ഗരുഡാഗിരിയിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ അവിടെയൊക്കെ ആ ഭാഗം മൊത്തം വെള്ളമാണ്. അതുകൊണ്ട് വണ്ടിയൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റ് നോക്കിയപ്പോഴാണ് സീഗ്രിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കണ്ടത്. പക്ഷേ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വൈബാണ് തോന്നുന്നത്. ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കയറുന്നത്. അകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ AC റൂമിലേക്ക് പോയി. അവിടെ പോയപ്പോൾ കൂന്തൽ, കാരി, വരാൽ അങ്ങനെ ഫിഷിൻ്റെ ഐറ്റംസൊക്കെ തന്നെ ആ മെനു ഒക്കെ കണ്ടു. അപ്പം ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് വരാലാണ്. സാധാ ഊണും പറഞ്ഞു. മോൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവൾക്ക് ഫാസ്റ്റ് ഫുഡാണ് വേണം. അവൾക്കിപ്പോൾ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഐറ്റംസ് എല്ലാം 2 മണി കഴിഞ്ഞുള്ളായിരുന്നു. എങ്കിലും അവൾക്ക് വേണ്ടി കൊണ്ടുതരാമെന്ന് ഓർഡർ എടുത്തു. പിന്നെ ഞങ്ങളിങ്ങനെ ഊണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെയും ഞങ്ങളിങ്ങനെ നോക്കി. അപ്പോൾ ആദ്യം പായസമൊക്കെ കൊണ്ടുവന്നു. ഇലയിൽ ഒന്നൊന്നര ഊണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. 2 വരി നിറച്ച് കറികളായിരുന്നു. പിന്നെ ഇതും മാത്രമല്ല, പിന്നെയും വന്നു ഐറ്റംസ്. പിന്നെന്താ, എഗ് ഫ്രൈ വന്നു, ചിക്കൻ ഫ്രൈ വന്നു, മാങ്ങാ ചമ്മന്തി, എനിക്കറിയില്ല. പിന്നെ ദേ വരാലിൻ്റെ കറിയുണ്ടോ, ഇത് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ഇതിൻ്റെ മുകളിൽ നിന്ന് നട്ട്സ് പോലത്തെ ആ ഒരു ഇത് എന്താ പറയുന്നത്, ആ ഗ്രേവിയൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം. എന്ത് അടിപൊളിയായിരുന്നു എന്നറിയോ. പിന്നെ ഇവിടെ ഉണ്ട് വേറെ ഐറ്റംസ് ഉണ്ട്. ഞങ്ങളിപ്പം വരാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം കുട്ടിയുടെ സ്പെഷ്യൽ ഐറ്റംസ് വന്നു. അവളത്രയും കഴിക്കില്ല. ബാക്കി ഞങ്ങൾ പാഴ്സൽ ചെയ്തത്. അവൾക്ക് ഇങ്ങനെ സോസ് ഉണ്ടെങ്കിൽ അതൊക്കെ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്യാമറ വെട്ടിക്കുമായിരുന്നു. ഞാനിങ്ങനെ പിടിക്കുമ്പോൾ അവളിങ്ങനെ ആ ഫോണിലേക്ക് കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ മാറ്റും. പിന്നെ അവളിങ്ങനെ വയറ് നിറച്ച് കഴിച്ചു. ബാക്കിയൊക്കെ ഞങ്ങൾ പാഴ്സൽ ചെയ്തു. മോനൊരു ഒരു ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. ഒരു എഗ് ബിരിയാണി അല്ലാതെ ഞങ്ങൾ പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങി. പിന്നെ ഇതാണ് റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. ഞങ്ങളിങ്ങനെ ക്യാമറ എടുത്തപ്പോൾ അവിടെ ഇരുന്ന പെണ്ണിട്ടോ ഒന്നുകൂടെ ഒരുങ്ങുന്നുണ്ട്. പിന്നെ ഇത് ഈ ഭാഗം കണ്ടോ, ഇവിടെ നിന്ന് അമ്മക്കുട്ടിയെ പിടിച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടി. അവളിങ്ങനെ ഇവിടെ നിന്നിങ്ങനെ വെള്ളം വീഴുന്നതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ അവൾക്ക് വീണ്ടും എന്താ പറയുന്നത്, അവൾക്ക് ഐസ്ക്രീം വേണം. അതിനു വേണ്ടി ചിണുങ്ങിക്കൊണ്ടിരിക്കുക. അകത്തേക്ക് വീണ്ടും അവൾ ഓടിക്കയറി ഐസ്ക്രീമിന് വേണ്ടി. ഇതൊക്കെയാണ് നല്ല ഫുഡാണ് ഇവിടെ. സൂപ്പറായിരുന്നു.